ഹലോ, ഒരാഴ്ചയ്ക്കുള്ള ഒരു കൊച്ചു പ്രിപ്പറേഷനാണ് കേട്ടോ. ഞാൻ മുളകൊക്കെ നല്ലോണം ഞെട്ടി കളഞ്ഞ് കഴുകി എടുത്തിട്ട് ഞാനൊരു പാത്രത്തിലാക്കി അടച്ചു വയ്ക്കും. എനിക്ക് ഇങ്ങനത്തെ മുളകാണ് ഇഷ്ടം, മറ്റേ വലിയ മുളകിനേക്കാളും കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഞാൻ എടുത്ത് വയ്ക്കില്ലെങ്കിൽ കറിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓടേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്ക് കറിവേപ്പില കിട്ടും. നന്നായി കഴുകി കറിവേപ്പില തുടച്ച് നന്നായി പാത്രത്തിലേക്കാക്കി അടച്ചു വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് പെരുംജീരകമാണ് കേട്ടോ. പെരുംജീരകം ഒന്ന് ചൂടാക്കി ശേഷം പൊടിച്ചെടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ നമ്മൾ പൊടിച്ചെടുക്കുന്ന പെരുംജീരകം കറിക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണെന്ന് തോന്നാറുണ്ട്. അപ്പോൾ അതിനെയും പൊടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പുളിയാണ്. ഞാനിങ്ങനെ കുറേശ്ശെ പുളിയൊക്കെ എടുത്ത് പിഴിഞ്ഞ് കുറേ പുളിയുടെ പാത്രങ്ങൾ ഫ്രിഡ്ജിലുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായി പുളി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ കൊറ്റൻ ഞാൻ കുറച്ച് കല്ലുപ്പ് എടുത്ത് വെച്ചിട്ട് വല്ല വിളക്കൊക്കെ തുടയ്ക്കാൻ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി നന്നാക്കിയിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ അങ്ങനെ തന്നെയാണ് ഇടുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഞാനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയുള്ള പണികൾ നമുക്ക് വളരെ എളുപ്പമാണ്. ആ ഭക്ഷണം വയ്ക്കുന്ന നേരത്ത് തത്രപ്പാടൊന്നുമില്ല. അപ്പോൾ ഞാൻ രാവിലെ ട്യൂഷൻ എടുക്കുന്ന ആളാണ്. അപ്പോൾ പിള്ളേർക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ആവും. അതുപോലെ തന്നെ ഞാൻ മുളകും മല്ലിയും ഒക്കെ പൊടിപ്പിക്കുന്ന വീഡിയോ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അതും എളുപ്പമാണ് ഇങ്ങനെയാക്കി വെച്ച് കഴിഞ്ഞാൽ.